വെൽക്കം ടു ഓൾ. KGC സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് വേണ്ടി സ്റ്റോൺ മേസൺറി എന്ന പാഠഭാഗമാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യമായി എന്താണ് സ്റ്റോൺ മേസൺറി എന്ന് പരിചയപ്പെടാം. സ്റ്റോണ് ഉണ്ടാവുന്നത് റോക്കിൽ നിന്നാണ്, അഥവാ പാറയിൽ നിന്നാണ്. ഈ റോക്ക് അത് ഉണ്ടാവുന്നതിനനുസരിച്ച് മൂന്നായി തരംതിരിച്ചിട്ടുണ്ട്: ഇഗ്നീഷ്യസ് റോക്ക്, സെഡിമെൻ്ററി റോക്ക്, മെറ്റമോർഫിക് റോക്ക്. ഇതിലൊക്കെ തന്നെ പലതരത്തിലുള്ള സ്റ്റോണിനെയും ഉദാഹരണമായി നമ്മൾ പഠിച്ചിട്ടുണ്ട് ബിൽഡിംഗ് മെറ്റീരിയൽ എന്ന പോർഷനിൽ. ഇനി നമുക്ക് എന്താണ് മോർട്ടാർ എന്നറിയാം. സിമൻറ്റും ഫൈൻ അഗ്രിഗേറ്റും ജലവും കൂട്ടി യോജിപ്പിച്ചുണ്ടാക്കിയ ആ പേസ്റ്റിനെയാണ് നമ്മൾ മോർട്ടാർ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇപ്പം ഒരു കല്ലോ അല്ലെങ്കിൽ ഇഷ്ടികയോ നമ്മൾ വെറുതെ ഇങ്ങനെ അടുക്കി വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും സ്റ്റേബിളായിട്ട് അവിടെ നിൽക്കില്ല. അപ്പം മോർട്ടാർ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഈ കല്ലിനെ അല്ലെങ്കിൽ ഇഷ്ടികയെ അതിൻ്റെ സ്ഥാനത്ത് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് മോർട്ടാർ ഉപയോഗിക്കുന്നത്. അപ്പം മോർട്ടാറിൻ്റെ ധർമ്മം എന്താ? ഇപ്പോൾ അടുത്തടുത്തുള്ള ഒരു സ്റ്റോണുകൾ തമ്മിൽ ഒരു ബോണ്ട് ഉണ്ടാക്കുന്നതാണ് ഈ ഒരു മോർട്ടാറിൻ്റെ ധർമ്മം. ഇനി നമുക്കറിയാം, നമ്മുടെ പ്രകൃതിയിൽ വളരെ സുലഭമായി ലഭ്യമുള്ള ഒന്നാണ് സ്റ്റോൺ. എല്ലാ സ്റ്റോണും നമുക്ക് സ്റ്റോൺ മേസൺറിയിൽ ഉപയോഗിക്കാൻ കഴിയില്ല. നമ്മൾ സ്റ്റോൺ മേസൺറിയിൽ ഉപയോഗിക്കുന്ന സ്റ്റോണിന് നല്ല ഉറപ്പും ബലവും കടുപ്പവും ഉണ്ടായിരിക്കണം. പിന്നെ എവിടെയൊക്കെയാണ് നമ്മൾ സ്റ്റോൺ മേസൺറി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് പരിചയപ്പെടാം. വാള് അഥവാ ഭിത്തിയിൽ, കോളം അഥവാ തൂണ് എന്ന് പറയും. ഇനി എന്താണ് ഫൂട്ടിങ്? ഫൂട്ടിങ് എന്ന് പറഞ്ഞാൽ ഈ കോളത്തിനടിയിൽ കൊടുക്കുന്ന ചെറിയ ഫൗണ്ടേഷൻ്റെ യൂണിറ്റിനെയാണ് നമ്മൾ ഫൂട്ടിങ് എന്ന് പറയുന്നത്. ഫൂട്ടിങ്ങും നമുക്ക് സ്റ്റോൺ മേസൺറി വഴി നിർമ്മിക്കാം. പിന്നെ ആർച്ചസും ലിൻറ്റിലുമാണ്. നമുക്കറിയാം, ഡോറിനും വിൻഡോയ്ക്കും മുകളിൽ കൊടുക്കുന്ന മെമ്പറിനെയാണ് നമ്മൾ, ഹൊറിസോണ്ടൽ മെമ്പറിനെയാണ് നമ്മൾ ലിൻറ്റിൽ എന്ന് പറയുന്നത്. എന്തിനാണ് ലിൻറ്റിൽ കൊടുക്കുന്നത്? ഇപ്പം ലിൻറ്റിൽ കൊടുത്തിട്ടില്ലെങ്കിൽ ലോഡ് ഡയറക്റ്റായിട്ട് ഡോറിൻ്റെയും വിൻഡോയുടെയും മുകളിൽ വരികയും അത് പെട്ടെന്ന് കൊളാപ്സ് ചെയ്ത് പോവുകയും ചെയ്യും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ലിൻറ്റിൽ കൊടുക്കുന്നത്. അപ്പം പണ്ട് കാലങ്ങളിലൊക്കെ, അതായത് കുറച്ച് മുന്നേക്ക് കൺസ്ട്രക്ഷൻ ചെയ്യുമ്പം ഡോറിനും വിൻഡോയ്ക്കും മുകളിൽ മാത്രമായിട്ട് ലിൻറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ കൺസ്ട്രക്ഷൻ മെത്തേഡ് പ്രകാരം തുടർച്ചയായിട്ട് ലിൻറ്റിൽ ത്രൂ ഔട്ട് വർക്കിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി എന്താണ് ആർച്ച്? ലിൻറ്റിലിൻ്റെ അതേ ധർമ്മമുള്ള ഒരു മെമ്പറാണ് ആർച്ച്. പക്ഷെ അതിൻ്റെ ആകൃതി എന്തായിരിക്കും? ആർച്ച് ഷേപ്പായിരിക്കും. അപ്പം നമുക്ക് ആർച്ചിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അവിടെ നമുക്കതിനെ കുറിച്ച് പരിചയപ്പെടാം. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ ഘടകങ്ങളാണ് ഇപ്പോൾ ഒരു സ്റ്റോൺ മേസൺറിക്ക് വേണ്ടിയുള്ള ഒരു സ്റ്റോൺ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ ഘടകങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്? ആദ്യം ആ സ്റ്റോണിൻ്റെ അവൈലബിലിറ്റി നോക്കണം. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റോണ് പ്രകൃതിയിൽ സുലഭമായി ലഭ്യമായിരിക്കണം. അടുത്തത് ഈസ് ഓഫ് വർക്കിംഗ്. ആ സ്റ്റോൺ ഉപയോഗിച്ച് നമുക്ക് എളുപ്പത്തിൽ വർക്ക് ചെയ്യാൻ പറ്റണം. പിന്നെ അടുത്തത് അപ്പിയറൻസ് ആണ്. അതായത് ആ സ്റ്റോൺ ഉപയോഗിച്ച് നമ്മൾ നിർമ്മിച്ച സ്റ്റോൺ മേസൺറി നല്ല ഭംഗിയുണ്ടായിരിക്കണം. അതാണ് അപ്പിയറൻസ്. അടുത്തത് സ്ട്രെങ്ത് ആൻഡ് സ്റ്റെബിലിറ്റി. ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റോൺ മേസൺറി നല്ല സ്ട്രെങ്ത്തും സ്റ്റേബിളും ആവണമെങ്കിൽ ആ സ്റ്റോൺ എന്തായിരിക്കണം? നല്ല സ്ട്രോങ്ങും ഹാർഡും ഒക്കെ ആയിരിക്കണം. അതായത് നല്ല കടുപ്പവും കാഠിന്യവും ഒക്കെ ഉണ്ടായിരിക്കണം സ്റ്റോണിന്. പിന്നെ നമുക്കറിയാം, സ്റ്റോണിന് നമ്മളെപ്പോഴും പോളിഷിങ് ചെയ്യാറില്ല സ്റ്റോൺ മേസൺറിയിൽ. അപ്പം സ്റ്റോൺ മേസൺറിക്കിൽ ഉപയോഗിക്കുന്ന സ്റ്റോണിന് എന്ത് ക്യാരക്ടർ ഉണ്ടാവണം? എന്ത് സ്വഭാവം ഉണ്ടാവണം? പോളിഷിങ് ക്യാരക്ടർ ഉണ്ടാവണം. ഇനി അടുത്തത് എക്കണോമിയാണ്. അതായത് നമ്മൾ സ്റ്റോൺ മേസൺറിയിൽ ഉപയോഗിക്കുന്ന സ്റ്റോണ് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ലഭ്യമായിരിക്കണം. അവസാനമായി ഡ്യൂറബിലിറ്റി. അതായത് നമ്മൾ സ്റ്റോൺ മേസൺറിയിൽ സ്റ്റോൺ ഉപയോഗിച്ച് നടത്തുന്ന സ്റ്റോൺ മേസൺറി അത് കുറേ കാലം കേടുകൂടാതെ നിലനിൽക്കണം. അതാണ് അതിൻ്റെ ഡ്യൂറബിലിറ്റി പറയുന്നത്. ഇനി എന്തൊക്കെ മെറ്റീരിയലാണ് സ്റ്റോൺ മേസൺറിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്? നമുക്കറിയാം, സ്റ്റോണ്
അല്ലേ? സ്റ്റോണ് നല്ല ഹാർഡായിരിക്കണം, ടഫായിരിക്കണം, ഡ്യൂറബിൾ ആയിരിക്കണം. അതായത് നല്ല കാഠിന്യവും ഉറപ്പും അതേപോലെ തന്നെ ബലവും ഉണ്ടായിരിക്കണം. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിച്ച് വരുന്നത്? ഇഗ്നീഷ്യസ് റോക്കുകളായ ബസാൾട്ട്, ഗ്രാനൈറ്റ്, പിന്നെ സെഡിമെൻ്ററി റോക്കുകളായിട്ടുള്ള ലാറ്ററൈറ്റ്, സാൻഡ് സ്റ്റോൺ, മെറ്റമോർഫിക് റോക്കുകളായ മാർബിള്, കോട്ടസിറ്റ്, സ്ലേറ്റ് എന്നിവയാണ് സാധാരണ രീതിയിൽ സ്റ്റോൺ മേസൺറിക്ക് വേണ്ടി ഉപയോഗിച്ച് വരുന്ന സ്റ്റോണ്. ഇനി മോർട്ടാർ പല തരത്തിലുള്ള മോർട്ടാറുണ്ട്. എന്തിനാണ് മോർട്ടാർ ഉപയോഗിക്കുന്നത്? ഈ കല്ലിനെ അല്ലെങ്കിൽ സ്റ്റോണിനെ അതിൻ്റെ സ്ഥാനത്ത് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ മോർട്ടാർ ഉപയോഗിക്കുന്നത്. ലൈം മോർട്ടാർ, സിമൻറ്റ് മോർട്ടാർ, ലൈം സിമൻറ്റ് മോർട്ടാർ, അങ്ങനെ പലതരത്തിലുള്ള മോർട്ടാറുകളുണ്ട്. ലൈം സിമൻറ്റ് മോർട്ടാറിനെ ഗേജ്ഡ് മോർട്ടാർ എന്നും നമ്മൾ പറയാറുണ്ട്. ഇനി പ്രിക്കോഷൻസ് ടേക്കൺ ഇൻ സ്റ്റോൺ മേസൺറി. നമ്മളിപ്പോൾ ഒരു സ്റ്റോൺ മേസൺറി നടത്തുന്നതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പം ആദ്യം തന്നെ പറയുന്നത്, നമ്മൾ ഈ സ്റ്റോൺ മേസൺറിയിൽ ഉപയോഗിക്കുന്ന സ്റ്റോണിന് ഹോമോജിനസ് സ്ട്രക്ചർ ആയിരിക്കണം. അതായത് എല്ലാ ഭാഗത്തും ഒരേ ആകൃതിയായിരിക്കണം ആ സ്റ്റോണിന് ഉണ്ടാവേണ്ടത്. അതുപോലെ തന്നെ ആ സ്ട്രോങ് നല്ല കാഠിന്യവും ഉറപ്പും ബലവും ഉള്ളതായിരിക്കണം. പിന്നെ പറയുന്നത് എന്താണ്? മോർട്ടാർ ഷുഡ് ഹാവ് അഡ്വക്കേറ്റ് വർക്കബിലിറ്റി. നമ്മൾ സ്റ്റോൺ മേസൺറിയിൽ ഉപയോഗിക്കുന്ന മോർട്ടാർ നല്ല വർക്കബിൾ ആവണം. വർക്കബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്കബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഡിഗ്രി ഓഫ് ഈസിനെസ് ടു വർക്ക് വിത്ത് മോർട്ടാർ അല്ലെങ്കിൽ കോൺക്രീറ്റ്. അപ്പോൾ നമുക്ക് എത്ര എളുപ്പത്തിൽ ഈ മോർട്ടാർ ഉപയോഗിക്കാം, അതിനെയാണ് നമ്മൾ വർക്കബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ മോർട്ടാറിന് നല്ല വർക്കബിലിറ്റി ഉണ്ടായിരിക്കണം. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോൺ എപ്പോഴും അതിൻ്റെ നാച്ചുറൽ ബെഡിലാണ് പാകേണ്ടത്. എന്താണ് നാച്ചുറൽ ബെഡ്? നമ്മൾ സ്റ്റോൺ മേസൺറി വർക്കിനായിട്ട് കല്ല് പാകുമ്പോൾ ഏത് രീതിയിൽ പാകിയാലാണ് കല്ല് കൂടുതൽ ഉറപ്പോടും ബലത്തോടും കാഠിന്യത്തോടും കൂടി സ്ഥിതി ചെയ്യും എന്ന് പരിശോധിച്ചിട്ടാണ് നമ്മൾ കല്ല് പാകുക. കല്ലിൻ്റെ ഉറപ്പിക്കുന്ന ഈ ഭാഗത്തെ അല്ലെങ്കിൽ പ്രതലത്തെയാണ് നമ്മൾ നാച്ചുറൽ ബെഡ് എന്ന് പറയുന്നത്. അടുത്തത് പ്രോപ്പർ ബോണ്ട് ഷുഡ് ബി മെയിൻറ്റെയിൻ ത്രൂ ഔട്ട് ദ വർക്ക്. അതായത് നമ്മളിപ്പോൾ സ്റ്റോൺ മേസൺറി ഉണ്ടാക്കുമ്പം ആ തുടർച്ചയായിട്ട് നല്ല ബോണ്ട് നമ്മളെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. ഇനി അടുത്തത് കണ്ടിന്യൂസ് വെർട്ടിക്കൽ ജോയിൻ്റ് എപ്പോഴും അവോയ്ഡ് ചെയ്യണം. നമുക്കറിയാം ഇപ്പോൾ ഒരു കല്ലുകൾ, അടുത്തടുത്തുള്ള കല്ലുകൾക്കിടയിലുള്ള ആ ജംഗ്ഷനെയാണ് നമ്മളതിൻ്റെ ഒരു കോഴ്സിൻ്റെ ഒരു ജംഗ്ഷനും തൊട്ടടുത്തുള്ള കോഴ്സുകളുടെ ജംഗ്ഷനുകളും ഒരേ ലൈനിൽ വരുമ്പോഴാണ് വെർട്ടിക്കൽ ജോയിൻ്റ് കണ്ടിന്യൂസ് ആവുക എന്ന് പറയാം. ഒന്നുകൂടെ ഞാൻ പറയാം. ഒരു കോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റോണോ അല്ലെങ്കിൽ ബ്രിക്കോ വയ്ക്കുന്ന ആ നിരയാണ് ഒരു കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കോഴ്സിലുള്ള തൊട്ടടുത്തുള്ള സ്റ്റോണുകൾക്കിടയിലുള്ള ജംഗ്ഷൻസും അതിന് തുടർച്ചയായി വരുന്ന കോഴ്സുകളിലെ ജംഗ്ഷൻസും ഒരേ ലൈനിൽ വരുമ്പോഴാണ് വെർട്ടിക്കൽ ജോയിൻ്റ് കണ്ടിന്യൂസ് എന്ന് പറയാം. അപ്പോൾ ഒരിക്കലും വെർട്ടിക്കൽ ജോയിൻ്റ് കണ്ടിന്യൂസ് ആവരുത്. കാരണം ലോഡ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കൊളാപ്സ് ആവും. അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് വെർട്ടിക്കൽ ജോയിൻ്റ് നമ്മൾ എപ്പോഴും ഒഴിവാക്കണം. ഇനി അടുത്തത്, നമ്മളിപ്പോൾ സ്റ്റോൺ സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഏത് ടൈപ്പ് മേസൺറി വർക്ക് ആണ് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ സ്റ്റോൺ തിരഞ്ഞെടുക്കേണ്ടത്. പിന്നെ പറയാനുള്ളത്, നമ്മളിപ്പോൾ സ്റ്റോൺ മേസൺറി വർക്ക് തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ സ്റ്റോൺ എന്ത് ചെയ്യണം? വെള്ളത്തിൽ മുക്കണം. എന്തിനാണത്? ഇങ്ങനെ മുക്കിയിട്ടില്ലെങ്കിൽ, ഇമേഴ്സ് ചെയ്തിട്ടില്ലെങ്കിൽ കല്ല് എന്ത് ചെയ്യും? മോർട്ടാറിന്ന് വെള്ളം ആഗിരണം ചെയ്യും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റോണ് വെള്ളത്തിൽ മുക്കണമെന്ന് പറയുന്നത്. പിന്നെ സ്റ്റോണ് നമുക്കറിയാം, കോറിയിൽ നിന്ന് കിട്ടുന്ന സ്റ്റോണ് യാതൊരുവിധ രൂപമോ ആകൃതിയോ ഒന്നും ഇല്ലാത്ത സ്റ്റോണാണ്. ഓക്കെ, അപ്പം നമ്മൾ ഈ സ്റ്റോൺ മേസൺറിയിൽ ഉപയോഗിക്കുന്നതിന് മുന്നേ അതിനെ ഡ്രസ്സിങ് ചെയ്യണം. സ്റ്റോണിന് എന്താണ് ഡ്രസ്സിങ്? ഈ കോറിയിൽ നിന്ന് ലഭിക്കുന്ന സ്റ്റോണിനെ ആവശ്യമുള്ള ആകൃതിയിലും രൂപത്തിലും ആക്കിയെടുക്കുന്നതിനെയാണ് ഡ്രസ്സിങ് എന്ന് പറയുന്നത്.
ഈ ഉളി കൊണ്ടും ചുറ്റിക കൊണ്ടൊക്കെയാണ് നമ്മൾ ഡ്രസ്സിങ് ചെയ്യുന്നത്. സാധാരണ ഉളി കൊണ്ടുള്ള ഡ്രസ്സിങ്ങാണ് ഫൈനൽ ഡ്രസ്സിങ്. മറ്റേത് ചുറ്റിക കൊണ്ട് ഉണ്ടാവുന്ന ഡ്രസ്സിങ്ങിനെ നമ്മൾ റഫ് ഡ്രസ്സിങ് എന്നാണ് പറയാറുള്ളത്. ഇനി ടെക്നിക്കൽ ടേം ഇൻ സ്റ്റോൺ മേസൺറി. ആദ്യമായി കോർണിസ് എന്താണെന്ന് നോക്കാം. ഈ വാളിനും സീലിങ്ങിനും ഇടയിലായിട്ട് സ്റ്റോണിൻ്റെ കോഴ്സ്, അത് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന സ്റ്റോണിനെ കോഴ്സിനെയാണ് നമ്മൾ കോർണിസ് എന്ന് പറയുന്നത്. ഇത് വെറും ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം നൽകുന്നതാണ്. ഇതിന് യാതൊരുവിധ ലോഡും താങ്ങാനുള്ള കഴിവില്ല. ഈ രണ്ടാമത്തെ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോർണിസ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്തത് കോർബൽ. കോർബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോർണിസ് പോലെ തന്നെ വാളിനും സീലിങ്ങുകൾക്കും ഇടയിൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗമാണ് കോർബൽ എന്ന് പറയുന്നത്. പക്ഷേ കോർബലിന് ലോഡ് എടുക്കാൻ കഴിയും. അതായത് റൂഫിനൊക്കെ താങ്ങി നിർത്താനുള്ള കഴിവ് കോർബലിനുണ്ട്. ഇനി അടുത്തത് കോപ്പിംഗ്. എന്താണ് കോപ്പിംഗ്? ഇപ്പം നമ്മൾ മേസൺറി വർക്കൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും പുറത്തെ എക്സ്റ്റേണൽ വാള്, അതായത് നമ്മൾ പുറത്ത് നിർമ്മിക്കുന്ന മതിലുകൾ, പിന്നെ വീടിൻ്റെ മുകളിലെ പാരപ്പറ്റ്, അതിന് മുകളിൽ, അപ്പം ഇത്തരത്തിലുള്ള പാരപ്പറ്റിനും പുറത്തെ ചുമരുകൾക്കും മുകളിലായിട്ട് നൽകുന്ന സ്റ്റോണിൻ്റെ കവറിങ്ങിനെയാണ് നമ്മൾ കോപ്പിംഗ് എന്ന് പറയുന്നത്. എന്തിനാണ് ഇങ്ങനെ നൽകുന്നത്? വെള്ളം പെട്ടെന്ന് ഒഴുകി പോകാൻ വേണ്ടിയിട്ടാണ് കോപ്പിംഗ് നൽകുന്നത്. ഇനി അടുത്തത് സ്പാളാണ്. എന്താണ് സ്പാള്? ഇപ്പോൾ സ്റ്റോൺ മേസൺറി ആകുമ്പം അതിനിടയിൽ കുറേ ഗ്യാപ്പുകളുണ്ടാവും. അപ്പോൾ ഈ ഗ്യാപ്പുകൾക്ക് ഇടയിൽ ഫില്ല് ചെയ്യുന്ന ചെറിയ കല്ലുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്പാൾസ് എന്ന് പറയുന്നത്. ഇതിന് ചീളുകല്ലുകൾ എന്നും പറയാറുണ്ട്. ഇനി അടുത്തത് സ്റ്റോണ്. ത്രൂ സ്റ്റോണാണ് പറയാനുള്ളത്. അപ്പോൾ എന്താണ് ത്രൂ സ്റ്റോണ്? അപ്പോൾ നമ്മുടെ സ്റ്റോൺ വർക്കിൽ ഭിത്തിക്ക് കുറുകെ കൃത്യമായ ഇടവേളയിൽ കൊടുക്കുന്ന വലിയ കല്ലുകളെയാണ് നമ്മൾ ത്രൂ സ്റ്റോൺ എന്ന് പറയുന്നത്. ത്രൂ സ്റ്റോണിൻ്റെ ഏരിയ ഭിത്തിയുടെ ഏരിയയുടെ 1/4 2 ഭാഗം വരെയെങ്കിലും ഉണ്ടായിരിക്കണമെന്നാണ് പറയാറുള്ളത്. ഇത് കൂടുതൽ ബലം നൽകും. അതിനോടൊപ്പം തന്നെ അകത്തേക്ക് ജലാംശം പ്രവേശിക്കാത്ത വിധത്തിൽ സംരക്ഷിക്കുകയും ചെയ്യും. ഇനി നമുക്ക് സ്റ്റോൺ മേസൺറി 2ആയി തരംതിരിച്ചിട്ടുണ്ട്. റബിൾ മേസൺറിയും ആഷ്ലാർ മേസൺറിയും. നമുക്കറിയാം, റബിൾ മേസൺറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വാറിയിൽ നിന്ന് ലഭിക്കുന്ന സ്റ്റോണ് ഡ്രസ്സിങ് ഒന്നും ചെയ്യാതെ അതുപോലെ തന്നെ മേസൺറിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ റബിൾ മേസൺറി എന്നാണ് പറയുന്നത്. ഇനി എന്താണ് ആഷ്ലാർ മേസൺറി? ആഷ്ലാർ മേസൺറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാറിയിൽ നിന്നും ലഭിക്കുന്ന സ്റ്റോണിനെ നമ്മൾ ആവശ്യമായ രൂപത്തിലേക്കും ഷേപ്പിലേക്കും മാറ്റിയെടുത്തിട്ടാണ് മേസൺറിയിൽ ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ആഷ്ലാർ മേസൺറി എന്ന് പറയുന്നത്. റബിൾ മേസൺറി 6 തരത്തിലുണ്ട്. കോഴ്സ്ഡ്, അൺകോഴ്സ്ഡ്, റാൻഡം, ഡ്രൈ, പോളിഗണൽ, ഫ്ലിൻറ്റ് റബിൾ കോഴ്സ്. ആഷ്ലാർ മേസൺറി 5 തരത്തിലുണ്ട്. ആഷ്ലാർ ഫൈൻ, ആഷ്ലാർ റഫ് ടൂൾഡ്, ആഷ്ലാർ റോക്ക് ഓർ കോറി ഫീസ്റ്റ്, ആഷ്ലാർ ചാംഫേർഡ്, ആഷ്ലാർ ബ്ലോക്ക് ഇൻ കോഴ്സ് മേസൺറി. അപ്പം ഇതിൽ റബിൾ മേസൺറിയും ആഷ്ലാർ മേസൺറിയും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് അറിയാണ്ടുള്ളത് കോഴ്സ്ഡ് റബിൾ മേസൺറിയാണ്. അപ്പോൾ എന്താണ് കോഴ്സ്ഡ് റബിൾ മേസൺറി എന്ന് നമുക്ക് നോക്കാം. ഈ മേസൺറിയിൽ 5 സെൻറ്റിമീറ്റർ മുതൽ 20 സെൻറ്റിമീറ്റർ ഉയരമുള്ള സ്റ്റോണുകൾ കോഴ്സുകളായി ക്രമീകരിച്ചിട്ടുണ്ടായിരിക്കും. ഓരോ കോഴ്സിലെയും സ്റ്റോണുകളുടെ തുല്യം ഉയരത്തിലായിരിക്കും ഉണ്ടാവുക. ഈ മേസൺറിക്ക് താങ്ങാവുന്ന അനുവദനീയമായ ലോഡ് ലൈൻ മോർട്ടാർ ഉപയോഗിക്കുന്നെങ്കിൽ അത് 350 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഇനിയിപ്പോൾ നമ്മൾ സിമൻറ്റ് മോർട്ടാറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ഒരു വർക്കിന് താങ്ങാൻ പറ്റുന്ന ലോഡ് 880 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. സാധാരണ പബ്ലിക് ബിൽഡിങ്ങും റെസിഡൻഷ്യൽ ബിൽഡിങ്ങും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കോഴ്സ്ഡ് റബിൾ മേസൺറി ഉപയോഗിക്കുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ മനസ്സിലാക്കാൻ പറ്റും, ഈ പേരിൽ തന്നെ ഉണ്ട്, സ്റ്റോണുകളൊക്കെ വയ്ക്കുന്നത് കോഴ്സായിട്ടാണ്. എന്താണ് കോഴ്സ് എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. സ്റ്റോണുകൾ വെക്കുന്ന ആ നിരയെയാണ് നമ്മൾ കോഴ്സ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ കോഴ്സ്ഡ് റബിൾ മേസൺട്രിയിൽ സ്റ്റോണൊക്കെ കോഴ്സായിട്ടാണ് വെക്കുന്നത്. ഇതാണ് അതിൻ്റെ ഫിഗർ വരുന്നത്. ഇനി അൺകോഴ്സ്ഡ് റബിൾ മേസൺട്രി. അൺകോഴ്സ്ഡ് റബിൾ മേസൺട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്വാറിയിൽ നിന്നും ലഭിക്കുന്ന സ്റ്റോണ് യാതൊരുവിധ ഡ്രസ്സിങ്ങും ചെയ്യാതെ അതുപോലെ ആണ് അൺകോഴ്സ്ഡ് റബിൾ മേസൺട്രിയിൽ ഉപയോഗിക്കുന്നത്. ഇതിലെ സ്റ്റോണുകളുടെ ഉയരം ഒരേ രീതിയിലല്ല. ആദ്യം വലിയ സ്റ്റോണുകൾ വയ്ക്കും. ഇതിനിടയിലുള്ള ഭാഗം സ്പാർസ് ഉപയോഗിച്ച് നിറയ്ക്കും. ഓരോ 30 സെൻറ്റിമീറ്റർ മുതൽ 50 സെൻറ്റിമീറ്റർ ഉയരത്തിലെത്തുമ്പോൾ കോഴ്സിനെ നമ്മൾ നിരപ്പാക്കും. അപ്പം ഇവിടെ ഒരു നിലവാരം കുറഞ്ഞ ഒരു നിർമ്മാണ രീതിയാണിത്. അതുകൊണ്ട് തന്നെ നമ്മൾ കോമ്പൗണ്ട് വാള്, ഗോഡൗൺസിൽ, ഗാരേജസിൽ അവിടെയൊക്കെയാണ് അൺകോഴ്സ്ഡ് റബിൾ മേസൺട്രി ഉപയോഗിച്ച് വരുന്നത്. ഇതാണ് അതിൻ്റെ ഫിഗർ. ഇത് നിങ്ങൾ വരയ്ക്കേണ്ട ഫിഗറാണ്. ഇനി റാൻഡം റബിൾ മേസൺട്രി. എന്താണ് റാൻഡം റബിൾ മേസൺട്രി? കൃത്യമായ രൂപവും അളവും ഇല്ലാത്ത സ്റ്റോൺ ഉപയോഗിച്ച് നല്ല ഭംഗി കിട്ടത്തക്ക വിധത്തിൽ നിർമ്മിക്കുന്ന മേസൺട്രിയെ റാൻഡം റബിൾ മേസൺട്രി എന്ന് പറയുന്നു. നിർമ്മാണത്തിന് കഴിവുള്ള തൊഴിലാളികൾ ആവശ്യമാണ്. ഇതിൽ ഫേസ് സ്റ്റോൺ ഉള്ള സ്റ്റോണുകൾ നമ്മൾ എന്ത് ചെയ്യണം? ഡ്രസ്സ് ചെയ്തിരിക്കണം. എന്താണ് ഫേസ് സ്റ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അന്തരീക്ഷവുമായി സമ്പർക്കത്തിൽ വരുന്ന ഭാഗമാണ്, മേസൺട്രിയുടെ ഭാഗമാണ് അതിൻ്റെ ഫേസ്. അതിനെതിരെയുള്ള ഭാഗമാണ് അതിൻ്റെ ബാക്ക്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫേസിങ്ങിൽ ഉപയോഗിക്കുന്ന സ്റ്റോണുകൾ നമ്മൾ എന്ത് ചെയ്യണം? ഡ്രസ്സിങ് ചെയ്തിരിക്കണം. കൂടുതൽ ഭംഗിക്കും ഈട് നിൽപ്പിനും വേണ്ടി നമ്മൾ ഫേസ് സ്റ്റോണുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഒരേ നിറവും ഏകദേശം ഒരേ വലിപ്പവുമുള്ളവയാണ് ഉപയോഗിക്കുന്നത്. 6 മില്ലിമീറ്റർ കൂടാത്ത മോട്ടാർ ജോയിൻറ്റുകളോട് കൂടിയ മേസൺട്രിയെ റാൻഡം റബിൾ മേസൺട്രി 1 എന്നും, ഫേസ് സ്റ്റോണുകൾ ഉളികൊണ്ട് ഡ്രസ് ചെയ്തതും മോർട്ടാറിൻ്റെ കനം 12 മില്ലിമീറ്ററും ആയാൽ അതിനെ റാൻഡം റബിൾ മേസൺട്രി 2 എന്നും വിളിക്കുന്നു. ഇത് വീടുകളിലെ മതിലുകൾ, ഗോഡൗൺസ്, കോമ്പൗണ്ട് വാള് എന്നിവ നിർമ്മിക്കാനാണ് സാധാരണയായി ഉപയോഗിച്ച് വരുന്നത്. അപ്പോൾ റാൻഡം റബിൾ മേസൺട്രിയുടെ ഫിഗറാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇത് നിങ്ങൾ വരയ്ക്കേണ്ട ഫിഗറാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഫിഗർ നിർബന്ധമായും വരച്ചിരിക്കണം. ഫിഗറിന് മാർക്ക് ഉണ്ടായിരിക്കും. ഇനി അടുത്തത് ഡ്രൈ റബിൾ മേസൺട്രി. ഇതിൻ്റെ നിർമ്മാണം മോർട്ടാർ ഉപയോഗിക്കാതെയുള്ള ഒരു നിർമ്മാണ രീതിയാണ്. അതുകൊണ്ട് തന്നെ വളരെ ചെലവ് കുറഞ്ഞ ഒരു മേസൺട്രി വർക്കാണ് ഡ്രൈ റബിൾ മേസൺട്രി എന്നത്. സാധാരണയുള്ള റബിൾ മേസൺട്രിക്ക് സമാനമായ നിർമ്മാണ രീതിയാണ് ഡ്രൈ റബിൾ മേസൺട്രിക്ക് ഉള്ളത്. വളരെ സ്കിൽഡ് ആയിട്ടുള്ള തൊഴിലാളികൾ ഇത്തരത്തിലുള്ള മേസൺട്രി വർക്ക് ചെയ്യുവാൻ വേണ്ടി നമുക്ക് ആവശ്യമാണ്. നമ്മൾ സാധാരണ റീറ്റെയിനിങ് വാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണൊക്കെ താങ്ങി നിർത്തുന്ന വാളിനെയാണ് റീറ്റെയിനിങ് വാൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഹില്ലുകൾ, കുന്നും പ്രദേശത്തൊക്കെ മണ്ണ് താങ്ങി നിർത്തുന്ന വാളാണ് റീറ്റെയിനിങ് വാൾ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ റീറ്റെയിനിങ് വാളുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും കോമ്പൗണ്ട് വാളുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയൊക്കെ ഡ്രൈ റബിൾ മേസൺട്രി ഉപയോഗിക്കുന്നുണ്ട്. പൂർണ്ണമായും നമ്മൾ മോട്ടാർ ഒഴിവാക്കുന്നു എന്നല്ല ഡ്രൈ റബിൾ മേസൺട്രി. കാരണം ഈ മേസൺട്രിയിൽ സ്ഥിരമായി നിലനിർത്തുന്നതിന് വേണ്ടി ഭിത്തിയുടെ വശങ്ങളും മുകളിലുള്ള ഭാഗവും നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റോൺ കോഴ്സുകൾ മോർട്ടാറിലാണ് നിർമ്മിക്കുന്നത്. ഇതാണ്
ഡ്രൈ റബിൾ മേസൻട്രിയുടെ ഫിഗർ. ഇനി പോളിഗണൽ റബിൾ മേസൻട്രി. ഈ പോളിഗണൽ റബിൾ മേസൻട്രിയിൽ ഉപയോഗിക്കുന്ന സ്റ്റോണുകൾ, ഫേസിങ്ങിൽ ഉപയോഗിക്കുന്ന സ്റ്റോണുകൾ ഒരു പോളിഗണൽ ഷേപ്പാണ്, പോളിഗണലിൻ്റെ ആകൃതിയാണ് ഉണ്ടായിരിക്കുക. ഇത് ചുറ്റിക കൊണ്ടും ഉളി കൊണ്ടും സഹായത്താലാണ് ഇതിനെ പോളിഗണൽ രൂപത്തിലാക്കിയെടുക്കുന്നത്. ഇതിൻ്റെ നിർമ്മാണത്തിന് പരിചയസമ്പന്നമായ തൊഴിലാളികൾ ആവശ്യമാണ്. ഇതാണ് പോളിഗണൽ റബിൾ മേസൻട്രിയുടെ 3D വ്യൂ. ഇനി അടുത്തത് ഫ്ലിൻറ്റ് റബിൾ മേസൻട്രി. ഇത്തരം മേസൻട്രി നിർമ്മിക്കാനായി സിലിക്ക കൂടുതലുള്ളതും നിശ്ചിത ആകൃതിയുള്ളതുമായ പാറകളാണ് ഉപയോഗിക്കുന്നത്. ഇത്തരം പാറകൾ വളരെ കാഠിന്യമുള്ളതാണ്, എന്നാൽ ഇവ പെട്ടെന്ന് പൊട്ടുന്നതുമാണ്. 15 മുതൽ 10 സെൻറ്റിമീറ്റർ വരെ നീളമുള്ളതും 8 മുതൽ 15 സെൻറ്റിമീറ്റർ വരെ വീതിയും കനവുമുള്ള സിലിക്കയുടെ കാഠിന്യമുള്ള ചെറിയ കല്ലുകളാണ് ഇതിലുപയോഗിക്കുന്നത്. ഇതിൻ്റെ ഫേസ് വർക്ക് കോഴ്സ്ഡ് അല്ലെങ്കിൽ അൺകോഴ്സ്ഡ് രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഭിത്തിയുടെ ബലം വർദ്ധിപ്പിക്കുന്നതിനായി ഇടയ്ക്കിടയ്ക്ക് കല്ല് കൊണ്ടോ ഇഷ്ടിക കൊണ്ടോ നിർമ്മിച്ച ലേസിംഗ് കോഴ്സുകളും ഉണ്ടായിരിക്കും. ഇത് കോമ്പൗണ്ട് വാളിൻ്റെ നിർമ്മാണത്തിനാണ് സാധാരണയായി ഉപയോഗിക്കുന്നത്. ഇതാണ് ഫ്ലിൻറ്റ് റബിൾ മേസൻട്രിയുടെ ഫിഗർ. ഇത് നിങ്ങൾ വരയ്ക്കേണ്ട ഫിഗറാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ റബിൾ മേസൻട്രിയിൽ പറയാനുള്ളത്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ആഷ്ലാർ മേസൻട്രി എന്ന ഭാഗം ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.